ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഞാനൊരു കഥ വായിച്ചു. പഴയ കാലത്ത് രാജാക്കന്മാർ ഭരിച്ചിരുന്ന കാലമാണ്. രാജാവിന് കൊട്ടാരമുണ്ട്, അന്തഃപുരങ്ങളുണ്ട്, ധാരാളം സൈന്യങ്ങളുണ്ട്, സൈന്യസന്നാഹങ്ങളുണ്ട്, മന്ത്രിപ്രവരന്മാരുണ്ട്. ഒരു ദിവസം അവിചാരിതമായി ഒരു കാര്യം സംഭവിച്ചു. രാജാവ് ഉറങ്ങാൻ കിടന്നതാണ്. പക്ഷേ രാജാവ് ആ ഉറക്കത്തിൽ മരിച്ചുപോയി. മരണം സ്ഥിരീകരിച്ചു. മരിച്ചു എന്ന് സ്ഥിരീകരിക്കപ്പെട്ടതോടുകൂടി നാട്ടിലാകെ പെട്ടെന്ന് വാർത്ത വരുന്നു, രാജാവ് ഉറക്കത്തിൽ മരിച്ചുപോയി എന്ന്. കഥയാണ്. ആ ദേശത്തുള്ള ആളുകൾക്ക് മരണശേഷമുള്ള നിത്യത ഒന്നുകിൽ സ്വർഗം അല്ലെങ്കിൽ നരകം എന്നൊക്കെ നല്ല ബോധമുള്ള ആളുകളായിരുന്നു. എന്നാൽ ആളുകൾക്ക് രാജാവിൻ്റെ മരണത്തെ തുടർന്ന് പരസ്പരം ഒരു സംഭാഷണം ഉണ്ടായി. പലരും പറഞ്ഞു, രാജാവ് എങ്ങോട്ടായിരിക്കും പോയത്? ചിലർ പറഞ്ഞു, അത് സംശയമില്ല, സ്വർഗത്തിലേക്ക് തന്നെ, രാജാവ് സ്വർഗത്തിലേക്കായിരിക്കും പോയത്. ഉടനെ വേറെ ചിലർ പറഞ്ഞു, എന്നാ ഉറപ്പ്? ആട്ടെ, രാജാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറിയോട് ചോദിക്കാം, അദ്ദേഹത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാമോ? പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞു, അക്കാര്യം ഉറപ്പാണ്, രാജാവ് സ്വർഗത്തിലേക്ക് അതിൽ പോയിട്ടില്ല. അതെങ്ങനെ അറിയാം? സ്വർഗത്തിലേക്ക് പോയില്ല എന്ന് എങ്ങനെയാണ് മനസ്സിലായത്? രാജാവിനെ എനിക്ക് എത്ര നാളായിട്ട് പരിചയമുള്ളതാണ്. എത്ര നാളായിട്ട് എനിക്ക് രാജാവിനെക്കുറിച്ച് നല്ല പരിചയമുണ്ട്. എനിക്കറിയാം, രാജാവ് എവിടെയെങ്കിലും പോകുന്നെങ്കിൽ വളരെ നേരത്തെ അതിനുള്ള ക്രമീകരണങ്ങൾ ചെയ്യാറുണ്ട്. രാജാവ് എവിടെയെങ്കിലും യാത്ര പോകുന്നെങ്കിൽ അതിനുള്ള എല്ലാ കാര്യങ്ങളും വളരെ മുൻകൂട്ടി തന്നെ ക്രമീകരിക്കും. ആ യാത്രയെക്കുറിച്ച് ഇങ്ങനെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കും. ആ യാത്രയെക്കുറിച്ച് തന്നെ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും. രാജാവിനെ എനിക്കറിയാമല്ലോ. പക്ഷെ ഒരിക്കലും സ്വർഗത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് രാജാവ് പറയുകയോ ചിന്തിക്കുകയോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല, ഒരിക്കലും. അതുകൊണ്ട് രാജാവ് തീർച്ചയായും സ്വർഗത്തിലേക്കല്ല പോയത്. ഇതൊരു ചെറിയ കഥയാണ്. രാജാവിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി പറഞ്ഞ ഈ കാര്യം അതൊരു അല്പം ഹാസ്യാത്മകമായിട്ടോ ഭാവനാപരമായിട്ടോ തോന്നാം, പക്ഷേ ഒരു കഥയാണ്. ഈ കഥയുടെ അർത്ഥം എന്താണ്? നിത്യജീവനിലേക്ക് പ്രവേശിക്കണമെങ്കിൽ നല്ല ഒരുക്കമുണ്ടായിരിക്കും. നിത്യസ്വർഗത്തിലെത്തണമെങ്കിൽ തീർച്ചയായും നല്ല ഒരുക്കമുണ്ടായിരിക്കും. അതായിരിക്കും നിരന്തരം നമ്മുടെ ഹൃദയത്തിൻ്റെ ചിന്താവിഷയം, നമ്മുടെ മനസ്സിലെ ആലോചന വിഷയം അതായിരിക്കും. നിത്യത എനിക്ക് ജീവനുള്ള ദൈവത്തോടെ കഴിക്കണമെന്നുള്ളതായ ആഗ്രഹവും ദാഹവും വാഞ്ഛയും നിരന്തരം നമ്മുടെ ഹൃദയത്തിൽ ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ചലനങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കും. നമ്മെ എപ്പോഴും കാണുന്നവർക്കത് നമ്മിൽ ദർശിക്കാൻ സാധിക്കും, നമ്മിലത് സംവീക്ഷണം ചെയ്യാൻ സാധിക്കും. നമ്മെ നിരന്തരം കാണുന്നവർക്ക് നമ്മിൽ നിന്നത് മനസ്സിലായിക്കൊണ്ടിരിക്കും. നിത്യജീവനിലേക്കാണ് പോകുന്നത്, നിത്യജീവനാണ് ലാക്ക്, നിത്യജീവൻ മാത്രം ലക്ഷ്യമാക്കിയാണ് പോകുന്നത്. സ്വർഗരാജ്യത്തിലേക്കുള്ളതായി ഒരുക്കമുണ്ട് ഈ ജീവിതത്തിലെന്ന് നമ്മുടെ വീട്ടിൽ നമ്മോടുകൂടെ ഇടപഴകുന്നവർക്ക്, നിരന്തരം നമ്മെ കാണുന്നവർക്ക് അത് മനസ്സിലാകും. നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ, നിത്യസ്വർഗത്തിലെത്തണമെങ്കിൽ അതിനുള്ളതായ തടസ്സം നമ്മുടെ ജീവിതത്തിലുള്ളതായ പാപങ്ങളാണ്. നമ്മുടെ ജീവിതത്തിലായ പാപങ്ങൾ മാറണം. നമ്മുടെ ജീവിതത്തിൽ നിത്യജീവനിലേക്ക് കടക്കുന്നതിന് തടസ്സമായി നിൽക്കുന്നതായ പാപങ്ങളുടെ വിഘ്നങ്ങൾ, തടസ്സങ്ങൾ മാറുമ്പോഴാണ് നമുക്ക് പാത നിരപ്പായി കിട്ടുന്നത്, നിത്യസ്വർഗത്തിലേക്കുള്ള വഴി തെളിഞ്ഞു കിട്ടുന്നത്. ഇത് വെറുമൊരു ഭാവനയല്ല, ഊഹമല്ല, സംശയാസ്പദമായൊരു വസ്തുതയുമല്ല. നാം ഓരോരുത്തരും ഇന്ന് ഇവിടെ കടന്നു വന്നിരിക്കുന്നു, അല്ലെങ്കിൽ നാം ഇരിക്കുന്നിടത്ത് നാം ഇരിക്കുന്നു, നാം കേൾക്കുന്നു, നാം സഞ്ചരിക്കുന്നു, നാം കണ്ണുകൊണ്ട് കാണുന്നു, കാതുകൊണ്ട് കേൾക്കുന്നു എന്നൊക്കെ പറയുന്നത് പോലുള്ളൊരു വാസ്തവികതയാണ് നിത്യജീവൻ. നിത്യസ്വർഗമെന്നും നിത്യ നരകമെന്നും പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ യാഥാർത്ഥ്യം
നാം ഉൾക്കൊണ്ട് ഞാൻ നിത്യജീവനിലേക്ക് പോകുക എന്നുള്ളതിന് വേണ്ടി ഞാൻ ഒരുങ്ങുക. അതിനുവേണ്ടിയാണ് ആത്മീയ പ്രവർത്തനങ്ങൾ, അതിനുവേണ്ടിയാണ് വചന ശുശ്രൂഷകൾ, അതിനുവേണ്ടിയാണ് പ്രസംഗങ്ങൾ, അതിനുവേണ്ടിയാണ് പ്രാർത്ഥനാ യോഗങ്ങൾ, എല്ലാം അതിനു വേണ്ടിയാണ്. നമ്മുടെ പള്ളികൾ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ നമസ്കാരങ്ങൾ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ നോമ്പുകൾ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ഉപവാസങ്ങൾ എന്തിനു വേണ്ടിയാണ്? നമ്മുടെ മനോഗുണ പ്രവൃത്തികൾ എന്തിനു വേണ്ടിയാണ്? സാധുജന സംരക്ഷണപരമായ പ്രവർത്തന പദ്ധതികൾ എന്തിനു വേണ്ടിയാണ്? എല്ലാം ലാക്കാകുന്നത് മർമ്മപ്രധാനമായ ഒരു വസ്തുതയിലേക്കാണ്: നിത്യസ്വർഗം, നിത്യജീവൻ. അതിന് തടസ്സമായി നമ്മളുള്ളതായ പാപങ്ങളെ നാം മാറ്റുവാനുള്ളതായ വഴികൾ എന്തെല്ലാമാണ് പാപങ്ങൾ എന്നെല്ലാം ചിന്തിക്കാനും ധ്യാനിക്കാനും അവയെ വിട്ടുമാറുവാനും പരിശുദ്ധാത്മാവിന് നൽവരത്താൽ അവ മാറിക്കിട്ടുന്നതിന് വേണ്ടി യാചിക്കാനുള്ളതായ സന്ദർഭമാണ് പ്രാർത്ഥനാ യോഗങ്ങൾ. തിരുവചനത്തിൽ ഒരു വാക്യം നമുക്ക് വായിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43-ാം അധ്യായത്തിൻ്റെ 25-ാം വാക്യം നമുക്ക് വായിച്ചു കേൾക്കാം. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായ്ച്ചു കളയുന്നു. നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കയുമില്ല. നിന്റെ അകൃത്യങ്ങളെ ഞാൻ മായ്ച്ചു കളയുന്നു. അതിക്രമങ്ങളെ ഞാൻ മായ്ച്ചു കളയുന്നു. നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കയുമില്ല. വേദപുസ്തകത്തിൽ 500-ലേറെ പ്രാവശ്യം ദൈവം കരുണയുള്ളവനെന്നും ദൈവം പാപം ക്ഷമിക്കുന്നവനെന്നും ദൈവം സ്നേഹം മാത്രമാണെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവം പാപം ക്ഷമിക്കുന്നവനാണെന്ന്, ദൈവം അകൃത്യം ഓർമ്മ വയ്ക്കുകയില്ല എന്ന്, പാപത്തെയോർത്ത് നാം അനുതപിക്കുമ്പോൾ, പാപത്തെയോർത്ത് നാം ദുഃഖിക്കുമ്പോൾ, പാപം ഇനിയും ജീവിതത്തിൽ വരികയില്ല എന്ന് നാം തീരുമാനമെടുക്കുമ്പോൾ ദൈവം പാപം ക്ഷമിച്ചു തരും എന്നുള്ളതായ നിത്യസത്യം കുറഞ്ഞത് 500 പ്രാവശ്യം വേദപുസ്തകത്തിലുണ്ട്. ഒരു വാക്യം കൂടി വായിക്കാം. മീഖാ പ്രവാചകൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 18-19 വാക്യങ്ങൾ നമുക്കിപ്പോൾ വായിക്കാം. അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ദൈവം എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. ദൈവം നമ്മോട് വീണ്ടും കരുണ കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. നമ്മുടെ അകൃത്യങ്ങളെ ദൈവം ചവിട്ടിക്കളയും. അവരുടെ പാപങ്ങളെയൊക്കെയും നീ സമുദ്രത്തിന്റെ ആഴത്തിൽ ഇട്ടുകളയും. മനുഷ്യരുടെ പാപങ്ങളെയൊക്കെയും ഇനി ഒരിക്കലും പൊങ്ങി വരാതെ വണ്ണം ദൈവം സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് താഴ്ത്തിക്കളയും. പാപങ്ങളൊക്കെയും സമുദ്രത്തിൻ്റെ ആഴത്തിലേക്ക് ഇട്ടുകളയും. ഇനി ഒരു കാലത്ത് ഈ പാപം പൊങ്ങി വരാതെ വണ്ണം സമുദ്രത്തിൻ്റെ അഗാധങ്ങളിലേക്ക് ഈ പാപങ്ങളെ ദൈവം എറിഞ്ഞുകളയും. അതിക്രമം ക്ഷമിക്കുകയും പാപം പൊറുക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവം ആരുള്ളൂ? ലംഘനങ്ങൾ ക്ഷമിക്കുന്ന ദൈവം, അകൃത്യങ്ങളെ പൊറുക്കുന്ന ദൈവം, എപ്പോഴും കരുണ കാണിക്കുന്ന ദൈവം, നാം പിന്നെയും പിന്നെയും അനുദപിക്കുന്നു, മാനസാന്തരപ്പെടുന്നു എന്ന് പറയുമ്പോൾ അതെല്ലാം കൈക്കൊള്ളുന്ന ദൈവം, തെറ്റ് പറ്റിപ്പോയല്ലോ കർത്താവേ ക്ഷമിക്കണമേ എന്ന് പറയുമ്പോൾ ക്ഷമിക്കുന്ന ദൈവം, വീണ്ടും വീണ്ടും നാം ദൈവത്തോട് പറയുന്നു കർത്താവേ ക്ഷമിക്കണമേ, പറഞ്ഞു ദൈവം ക്ഷമിച്ചു, വീണ്ടും നാം പാപത്തിലേക്ക് പോകുന്നു, ദൈവം കരുണയോടെ നോക്കി നിൽക്കുന്നു. എന്നാൽ വീണ്ടും നാം ദൈവസന്നിധിയിൽ അനുദപിക്കുമ്പോൾ വീണ്ടും നമ്മെ കൈക്കൊള്ളുന്ന ദൈവം, സ്നേഹവാനായ ദൈവം. പ്രിയപ്പെട്ടവരെ, യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ മുഖ്യമായ സന്ദേശം അതാണ്. അനുദപിക്കുമ്പോൾ ദൈവം കൈക്കൊള്ളുന്നു. ജനം അനുദപിച്ചപ്പോൾ ദൈവം അനുതാപം കൈക്കൊണ്ടു. യോന അനുദപിച്ചപ്പോൾ ദൈവം യോനയുടെ അനുതാപം കൈക്കൊണ്ടു. ആരനുദപിക്കുന്നുവോ അവരുടെ അനുതാപം കൈക്കൊള്ളുകയും ശിക്ഷകൾ ഒഴിവാക്കുകയും കരുണ കാണിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ അഗാധമായ സ്നേഹം, അതിൻ്റെ പ്രതിഫലനമാണ് യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ ഓരോ അധ്യായത്തിലും തുടിച്ചു നിൽക്കുന്നത്. യോനാ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗമാണ് നാം കഴിഞ്ഞ പ്രാവശ്യം ചിന്തിച്ചു വെച്ചത്. വായിക്കാം. 3-ാം അധ്യായം 8-ാം വാക്യം മുതൽ. മനുഷ്യനും മൃഗവും രട്ടുപുതച്ച് ഉച്ചത്തിൽ ദൈവത്തോട് വിളിച്ച് അപേക്ഷിക്കണം. ഓരോരുത്തൻ താൻ്റെ ദുർമാർഗവും താൻ്റെ കൈക്കലുള്ള സാഹസവും വിട്ട് മനം തിരികുകയും വേണം. ഓരോരുത്തനും തിന്മ വിട്ട്
അനുദപിക്കണം, മാനസാന്തരപ്പെടണം. ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ്റെ ഉഗ്രകോപം വിട്ടുമാറുമായിരിക്കും. ആർക്കറിയാം? ദൈവം വീണ്ടും അനുദപിച്ച് നാം നശിച്ചു പോകാതിരിക്കേണ്ടതിന് അവൻ്റെ ഉഗ്രകോപം വിട്ട് മാറുമായിരിക്കാം. ആർക്കറിയാം? അവർ ദുർമാർഗം വിട്ടുതിരിഞ്ഞുവെന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ. അവർ ദുർമാർഗം വിട്ട് തിരിഞ്ഞു എന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ച് അത് വരുത്തിയതുമില്ല. നിനവേ നശിച്ചു പോകുമെന്ന് ദൈവം പറഞ്ഞിരുന്നതായ വചനം അതുപോലെ നിറവേറിയില്ല. കാരണം ദൈവം ശിക്ഷ മടക്കിക്കളഞ്ഞു. ജനത്തിന് വരുമായിരുന്ന ആപത്തും നാശവും ദൈവം ഒഴിവാക്കിക്കളഞ്ഞു. അവർ ദുർമാർഗം വിട്ടു തിരിഞ്ഞുവെന്ന് ദൈവം അവരുടെ പ്രവൃത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തുമെന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുദപിച്ചു, അത് വരുത്തിയതുമില്ല. വളരെ മനോഹരമായൊരു ഭാവന ഞാൻ ഒരിക്കൽ വായിച്ചു. ഭാവന എങ്ങനെയാണ്? സോദോം ഗൊമോറ നശിക്കുന്നതിന് മുൻപ് ഒരാൾ സോദോം ഗൊമോറയിലേക്ക് ചെന്നു. അയാൾ ഏതാണ്ട് കരയുന്ന സ്വരത്തിലാണ് സംസാരിക്കുന്നത്. ഒരു അപരിചിതനായ മനുഷ്യനാണ്, നാട്ടിൽ പരിചയമുള്ള ആളല്ല. ഈ അപരിചിതനായ മനുഷ്യൻ ഓരോ വീട്ടിലും കയറി ഓരോരുത്തരോടും പറഞ്ഞു, നിങ്ങളുടെ ഈ നാട് മുടിയും, ഈ നാട് കത്തും, ഈ നാട്ടിൽ സ്വർഗത്തിൽ നിന്ന് അഗ്നിയും ഗന്ധകവും പെയ്യും, ഈ നാട് കത്തി നശിക്കും, അതുകൊണ്ട് നിങ്ങൾ അനുദപിക്കണം. ആരും ചെവിക്കൊണ്ടില്ല. ഓരോരുത്തരോടും പറഞ്ഞു, ആരെയും കൈവിട്ടില്ല, ആരെയും ഒഴിവാക്കിയില്ല. ഓരോരുത്തരോടും പറഞ്ഞു, വ്യക്തിപരമായി സംസാരിച്ചു, ആളാമ്പ്രതി സംസാരിച്ചു. നിങ്ങളുടെ നാട് മുടിയും, നിങ്ങളുടെ വീട് നശിക്കും, തീയും ഗന്ധകവും പെയ്യും, എല്ലാം മുടിഞ്ഞു പോകും. വേഗം അനുദപിച്ചു കൊള്ളണം, വേഗം മാനസാന്തരപ്പെട്ടു കൊള്ളണം. ആരും ഗവനിച്ചില്ല. പക്ഷെ അദ്ദേഹം മടുത്തില്ല. അദ്ദേഹം ഒരു കടലാസിൽ എഴുതി വെച്ചു, റിപ്പൻറ്റ്, REPENT, അനുദപിക്കുക എന്ന് എഴുതി വലിയ അക്ഷരത്തിൽ. R വലിയ അക്ഷരം, E വലിയ അക്ഷരം, അങ്ങനെ എല്ലാ അക്ഷരവും റിപ്പൻറ്റ്, അനുദപിക്കുക എന്ന വാക്ക് അദ്ദേഹം എഴുതിയൊരു കടലാസിൽ ഇങ്ങനെ എഴുതിയിട്ടൊരു പ്ലക്കാർഡ് പോലെ അതിങ്ങനെ ഉയർത്തി അദ്ദേഹം കയ്യിൽ പിടിച്ചുകൊണ്ട് ഓരോ വീട്ടിലും കയറി ഇറങ്ങി. ആളുകൾ വിചാരിച്ചു ഈ അപരിചിതനായ മനുഷ്യന് ഭ്രാന്താണെന്ന്. ഓരോ വീട്ടിലും കയറി ഇറങ്ങി, തെരുവിലൂടെ എല്ലാം നടന്നു, ഓരോ കടത്തിണയിൽ നിന്ന് അത് പൊക്കി പിടിച്ചു. നാട്ടിലാകെ അദ്ദേഹം ഈ റിപ്പൻ്റ് എന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നടന്നു. ആളുകൾ കളിയാക്കി ചിരിച്ചു, ആരും ഗവനിച്ചില്ല. പിന്നെ അദ്ദേഹം തെരുവിലൂടെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടന്നു, ഉറക്കെ വിളിച്ചു പറഞ്ഞു, അനുദപിക്കുക, മാനസാന്തരപ്പെടുക, അനുദപിക്കുക, മാനസാന്തരപ്പെടുക, വീണ്ടും വീണ്ടും വിളിച്ച് പറഞ്ഞുകൊണ്ട് തെരുവിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഒരവസരത്തിൽ ആ നാട്ടിലൊരു മനുഷ്യൻ ഇദ്ദേഹത്തെ തടഞ്ഞു നിർത്തി. നിങ്ങൾ ഒരു അപരിചിതനായ മനുഷ്യനാണല്ലോ, ഞങ്ങളുടെ നാട്ടുകാരനല്ലല്ലോ, നിങ്ങൾക്ക് എന്നാ ഈ കിറുക്ക് തുടങ്ങിയത്, എന്നാ ഈ ഭ്രാന്ത് തുടങ്ങിയത്? അയ്യോ, ഭ്രാന്തൊന്നുമല്ല, പിന്നല്ലേ നിങ്ങൾ ആളാമ്പ്രതി ഓരോരുത്തർ സംസാരിച്ചു, ആളുകൾ നിങ്ങളെ കളിയാക്കി, പക്ഷേ നിങ്ങൾ മടുത്തില്ല. പിന്നെ ഈ പ്ലാക്കാർഡ് വേന്തിക്കൊണ്ട് നിങ്ങൾ നടന്നു, റിപ്പൻ്റ് എന്ന് കാണിച്ചുകൊണ്ട് നടന്നു. എന്നിട്ടും ആളുകൾ തിരിഞ്ഞില്ല. പക്ഷേ നിങ്ങൾ പിന്നെയും പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്പോഴിതാ ആകെ ഇത് തന്നെ ഘോഷിച്ചുകൊണ്ട് നാടാകെ നടക്കുന്നു. എന്താ ഇതിന് കാരണം? ഉടനെ ഈ അപരിചിതനായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ആദ്യം ഈ നാട്ടിൽ വന്നപ്പോൾ എനിക്ക് നല്ല ഉറപ്പായിരുന്നു, റിപ്പൻറ്റ്, മാനസാന്തരപ്പെടുവീൻ, അനുദപിപ്പീൻ എന്ന് പറയുമ്പോൾ ജനം തിരിയുമെന്ന്. പക്ഷേ ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ആരും തിരിയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പ്ലാക്കാർഡ് വെന്തി നടന്നത്. എന്നിട്ടും ആരും തിരിയുന്നില്ല. ഇപ്പോൾ ഞാനിങ്ങനെ ഘോഷിച്ചുകൊണ്ട് നടക്കുകയാണ്. സ്നേഹിത, എന്നിട്ട് വല്ലവരും തിരിയുന്നുണ്ടോ? ആളുകൾ ചിരിക്കുകയല്ലേ നിങ്ങൾ? അതെ, എനിക്കിപ്പോൾ മനസ്സിലായി ആരും തിരിയില്ല എന്ന്. പിന്നെ എന്തിനാണ് നിങ്ങളിത് എന്തിക്കൊണ്ട് നടക്കുന്നത്? ആരും തിരിയില്ല, നിങ്ങൾക്ക് മനസ്സിലായില്ല, പിന്നെ എന്തിനാണ് ഇതിങ്ങനെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ ഘോഷിച്ചുകൊണ്ട് ഇങ്ങനെ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അതെ, ആരും തിരിയില്ല എന്നെനിക്ക് മനസ്സിലായി. പക്ഷേ ഈ ജനത്തിൻ്റെ ഇടയിലൂടെ ഞാൻ നടക്കുമ്പോൾ ഞാൻ അവരുടെ നിലവാരത്തിലേക്ക് ഇടിഞ്ഞു പോകരുത് എന്ന് കരുതിയാണ് ഞാനിപ്പോൾ ഘോഷിച്ച് പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. അവരുടെ നിലവാരത്തിലേക്ക് ഞാൻ താണു പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഞാൻ മൗനമായിരുന്നാൽ, ഞാൻ മിണ്ടാതെ നടന്നാൽ
ഒരുപക്ഷെ അവരുടെ നിലവാരത്തിലേക്ക് ഞാൻ താണുപോകും, അവരുടെ പാപത്തിലേക്ക് ഞാൻ വീണു പോകും. ഈ ജനത്തിനിടയിലൂടെ നടക്കുമ്പോൾ അവരുടെ പാപത്തിന് ഞാൻ പങ്കാളിയായി പോകും, ഞാനും അവരെപ്പോലെ ഒരാളായി പോകും. അതുകൊണ്ട് അത് വരാതിരിക്കാൻ ഞാൻ ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് നടക്കുകയാണ്. ഇപ്പോൾ ജനം രക്ഷപ്പെടും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല, ഞാൻ നഷ്ടപ്പെടരുത് എന്നുള്ള പ്രതീക്ഷ, അതിനുവേണ്ടിയാണ് ഞാനിത് പറയുന്നത് എന്ന്. ദൈവത്തിന് സ്തോത്രം. ഇതൊരു ഭാവനയാണ്, പക്ഷേ അർത്ഥം വളരെ വ്യക്തമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം ഉച്ചത്തിൽ ഘോഷിക്കുന്നത് കൊണ്ട് ഒരു പക്ഷേ അത്രയധികം പേരൊന്നും തിരിഞ്ഞൊന്നും വരികയില്ല. പലരും നമ്മെ പരിഹസിക്കും. യേശുക്രിസ്തുവിലേക്ക് തിരിയുക എന്ന് പറയുന്നത് ഒരു പഴഞ്ചൻ പദപ്രയോഗമാണ് എന്ന് കരുതുന്ന അനേകം ആളുകളുണ്ട്. ആധുനിക ജീവിതത്തിൻ്റെ ഫാഷന് ചേർന്നതല്ല സുവിശേഷ വേല എന്നൊക്കെ ചിന്തിക്കുന്ന അനേകം ആളുകളുണ്ട്. യേശുക്രിസ്തുവിനെക്കുറിച്ച് പറയുന്നതെല്ലാം അതൊക്കെ ഒരു പഴഞ്ചൻ സമ്പ്രദായമല്ലേ, അത് പരിഷ്കൃത സമൂഹത്തിന് ഇണങ്ങിയതല്ല, സംസ്കാരഭദ്രമായ ജനതയ്ക്ക് ചേർന്നതല്ല എന്നെല്ലാം ചിന്തിക്കുന്ന ആളുകളില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അല്പം വിദ്യാഭ്യാസവും അല്പം പഠിപ്പും പത്രാസും എല്ലാം ഉള്ളവർക്ക് ചേർന്നതല്ല സുവിശേഷ വേല എന്നൊക്കെ ചിന്തിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അല്പം ശാസ്ത്രബോധമുണ്ടെങ്കിൽ സുവിശേഷ വേലയൊന്നും ചെയ്യുകയില്ല എന്ന് ചിന്തിക്കുന്നവരും ധാരാളമുണ്ട്. പക്ഷേ ഈ വക്രതയും കോട്ടവുമുള്ള തലമുറയിലൂടെ നാം നടക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ദൈവശിഖ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നിന്നാൽ നമ്മിലേക്ക് മാലിന്യം അടിക്കാതിരിക്കും. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ദൈവശിഖ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ സമൂഹത്തിൽ നാം നടന്നാൽ, ദോഷവും വ്യഭിചാരവുമുള്ള ഈ തലമുറയിൽ, തിന്മയും ദുഷ്ടതയും കൊള്ളരുതായ്മയും നടമാടുന്ന ഈ തലമുറയിൽ യേശുക്രിസ്തുവിൻ്റെ ജീവൻ്റെ വെളിച്ചം ഉദ്ഘോഷിച്ചുകൊണ്ട് നാം സഞ്ചരിക്കുന്നുവെങ്കിൽ, ആ ജീവൻ്റെ വെളിച്ചം നമ്മുടെ ഹൃദയത്തിൽ നമ്മുടെ കൈകളിൽ ഏന്തിക്കൊണ്ട് നാം നിൽക്കുന്നുവെങ്കിൽ, നമ്മുടെ നാവിൽ ഈ സുവിശേഷത്തിൻ്റെ ജീവചൈതന്യം നൃത്തം ചെയ്യുമെങ്കിൽ, പ്രിയപ്പെട്ടവരെ, എങ്കിൽ നമുക്ക് മാലിന്യത്തിൽ നിന്ന് വിമോചിതരാകാം. മാലിന്യം നമ്മിൽ ഏശാതെ നമുക്ക് നമ്മെ തന്നെ സൂക്ഷിക്കാം. യോനാ പ്രവാചകൻ ദേശത്തെമ്പാടും ഘോഷിച്ചു, അനുതപിപ്പീൻ, മാനസാന്തരപ്പെടുവീൻ. യോനാ പ്രസംഗിച്ചു. 40 ദിവസം കഴിയുമ്പോൾ നിനവേ ഉന്മൂലമാകും. ജനം മാനസാന്തരപ്പെട്ടു, ജനം അനുതപിച്ചു, ജനം മനം തിരിഞ്ഞു. ദൈവം കൽപ്പിച്ചാണ് യോനാ പ്രവാചകൻ ചെന്നത്. ദൈവത്തിൻ്റെ അരുളപ്പാടാണ് യോനാ പ്രവാചകൻ ജനത്തിന് കൊടുത്തത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ശക്തി ആ വാക്കുകളിൽ ഉണ്ടായിരുന്നു. അല്പം മുൻപ് ഒരു വലിയ വീഴ്ചയിൽ നിന്ന് എഴുന്നേറ്റത് കൊണ്ട് യഥാസ്ഥാനപ്പെട്ടതിൻ്റെ ആത്മചൈതന്യവും ഉണ്ടായിരുന്നു ആ വാക്കുകളിൽ. അതൊരു വലിയ മർമ്മമാണ്. പാപം വിട്ട് എഴുന്നേറ്റ് ആത്മാവിൻ്റെ നിറവിലേക്ക് വന്ന് വചനം പറയുമ്പോൾ ശക്തി, ധന്യത നമുക്ക് അനുഭവിക്കാം. ജീവിതത്തിൽ ശത്രു അവകാശം പറയുന്ന എല്ലാറ്റിൽ നിന്നും മോചനം പ്രാപിച്ചുകൊണ്ട് നാം ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ അത്ഭുതകരമായ ശക്തി നമ്മിലൂടെ പ്രസരിക്കുന്നത് നമുക്ക് അനുഭവിക്കാം. നമ്മിൽ കറയും കളങ്കവും ചുളുക്കവും ഇല്ലാതെ, നമ്മുടെ ജീവിത വസ്ത്രത്തിൽ കറ പറ്റാതെ, തിന്മ നമ്മെ ഏശാതെ ജീവൻ്റെ വചനം ഉദ്ഘോഷിക്കാൻ നാം നമ്മെ തന്നെ താഴ്ത്തുമ്പോൾ, അപ്പോൾ നമ്മുടെ നാവുകളിലും നമ്മുടെ വാക്കുകളിലും നമ്മുടെ ബുദ്ധി കേന്ദ്രത്തിലും എല്ലാം പരിശുദ്ധാത്മാവിന് തീ ജ്വലിക്കുന്നത് നമുക്ക് അനുഭവിക്കാം. നമുക്ക് സ്വന്തമായി ഇത് അനുഭവിക്കാവുന്നതാണ്, നിങ്ങൾക്കും അനുഭവിക്കാം. പ്രിയപ്പെട്ടവരെ, യോനാ പ്രവാചകൻ യഥാസ്ഥാനപ്പെട്ടതിന് ഉടനെയാണ് ഈ വചനം പ്രഘോഷിക്കാൻ ചെന്നത്. മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് പുതിയ സമർപ്പണം എടുത്തു, മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് പുതിയ പ്രതിഷ്ഠയെടുത്തു, മത്സ്യത്തിൻ്റെ വയറ്റിൽ വെച്ച് അനുതാപ പ്രാർത്ഥന, ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥന തന്നെയായിരുന്നു. ദൈവത്തോട് വാക്ക് പറഞ്ഞത് ഞാൻ നിവർത്തിക്കുമെന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രതിഷ്ഠിച്ചു, നേർന്നിരിക്കുന്നത് ഞാൻ നിവർത്തിക്കുമെന്ന് ദൈവത്തോട് പറഞ്ഞു. അങ്ങനെ സമർപ്പണത്തിൻ്റെ പുതുവീര്യത്തോടെയും പുതിയ ശക്തിയോടെയുമാണ് യോന വചനം പറയാൻ പോയത്. ശക്തി നിറയെ ഉണ്ടായിരുന്നു വാക്കുകളിൽ. ഓരോ വാക്കിനും ഘനമുണ്ടായിരുന്നു, ഓരോ വാക്കിലും ആത്മാവുണ്ടായിരുന്നു, ഓരോ വാക്കിലും തീയുണ്ടായിരുന്നു. യോനാ പ്രവാചകൻ തീയുടെ വചനം കൊടുത്തു, ജനം തകർന്നു. രാജാവ് കരഞ്ഞു, ജനം കരഞ്ഞു. മൃഗങ്ങൾ പോലും ഒന്നും കഴിക്കണ്ട എന്ന് രാജാവ് കൽപ്പന കൊടുത്തു. ഒന്നും ആസ്വദിക്കരുത്, വെള്ളം കുടിക്കരുത്, ഭക്ഷണം കഴിക്കരുത്. നിരന്തരമായ ഉപവാസത്തോടെ അവർ കഴിഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ താണപ്പോൾ ദൈവം അവരിൽ നിന്ന് അകൃത്യം അവരിൽ നിന്ന് ക്ഷമിച്ചു കൊടുത്തു. അവരുടെ അകൃത്യം ദൈവം പുറത്തു കൊടുത്തു, അവരുടെ പാപം ക്ഷമിച്ചു കൊടുത്തു. ഇന്ന് സഹോദരങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിലേക്കൊന്ന്
ഒന്ന് പുനശ്ചിന്തനം ചെയ്തു നോക്കുമോ? കർത്താവേ, എൻ്റെ ജീവിതത്തിൽ സാക്ഷാത്തായ അനുതാപം എനിക്കുണ്ടോ? അല്പം മുൻപ് ഞാനിങ്ങ് ചിന്തിക്കുകയായിരുന്നു, നമ്മുടെ പ്രാർത്ഥനകൾക്ക് ചൈതന്യം വരണമെങ്കിൽ ഹൃദയം മുറിഞ്ഞും തകർന്നും നുറുങ്ങിയിരിക്കണം. നമ്മുടെ വചനത്തിന് ശക്തി വരണമെങ്കിൽ ഹൃദയം തകർന്നിരിക്കണം, ഹൃദയം നുറുങ്ങിയിരിക്കണം. നമ്മുടെ ഉള്ളെപ്പോഴും നുറുങ്ങിയിരിക്കണം. എങ്ങനെ നുറുക്കം കിട്ടും? അനുതാപം കൊണ്ട് നുറുക്കം കിട്ടും. എനിക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല എന്നുള്ള അസാക്ഷാത്തായ നിർമ്മലമായ മനോബോധ്യത്തിൽ നിന്ന് നമുക്ക് നുറുക്കം കിട്ടും. കർത്താവേ, ഞാനൊരു അഗതിയായ മനുഷ്യൻ, ഞാനൊരു അല്പപ്രാണിയായ മനുഷ്യൻ, ഞാനൊരു പാപിയായ മനുഷ്യൻ. എൻ്റെ നാഥ, എനിക്ക് അഭിമാനിക്കാനൊന്നുമില്ല, എനിക്ക് പുകഴാനൊന്നുമില്ല. കർത്താവെ, എനിക്ക് പ്രശംസിക്കാനൊന്നുമില്ല. ഇതുവരെയുള്ള എൻ്റെ ജീവിതത്തിൽ എനിക്ക് അഭിമാനത്തോടെ ഓർക്കാൻ പറ്റിയത് എൻ്റെ ജീവിതത്തിൽ ഒന്നുമില്ല. കർത്താവെ, ഈ ഒരു ബോധ്യത്തോടെ നാം തകർന്ന ഹൃദയത്തോടെ നിൽക്കുമെങ്കിൽ ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് വരും. നമ്മുടെ ജീവിതത്തിൽ ഉയർന്നു നിൽക്കുന്നതായ ഉയർച്ചകളെല്ലാം ഇടിച്ചു താഴ്ത്തിക്കൊണ്ട് നാം ദൈവസന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ദൈവത്തിൻ്റെ കൃപ നമ്മിലേക്ക് വരും. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച് എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ട് തിരിയുമ്പോൾ, ദുർമാർഗ്ഗങ്ങളെ വിട്ട് തിരിയുന്നു എങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. നിനവേ ദേശത്തിന് സൗഖ്യം വന്നു. ഇന്ന് സ്നേഹിതരെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ കുടുംബത്തിന് സൗഖ്യം വരട്ടെ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഹൃദയത്തിന് സൗഖ്യം വരട്ടെ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതം ആകമാനം സൗഖ്യം വരട്ടെ. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ശരീരത്തിന് സൗഖ്യം വരട്ടെ. ദുരാത്മാക്കൾ നിങ്ങൾ അവകാശം പറയുന്ന പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് കഴിയുമ്പോൾ ദുരാത്മാക്കൾ നിങ്ങൾ വിട്ട് പറന്നു പോകും. സകല ദുർബാധകൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകും. സകല ശാപങ്ങൾ നിങ്ങളിൽ നിന്ന് മാറിപ്പോകും. നിങ്ങളുടെ കുടുംബത്തിലെ കേടുകൾ മാറിപ്പോകും. നിങ്ങളുടെ ജീവിതത്തിലെ ദുരിതങ്ങൾ മാറിപ്പോകും. നിങ്ങളുടെ ഹൃദയത്തെ നിന്ന് അലട്ടുന്നതായ പ്രശ്നങ്ങൾക്കൊരു പൊറുതി കാണാൻ തുടങ്ങും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ചൂട് നെടുവീർപ്പുകളെല്ലാം മാറിപ്പോകും. സമാധാനം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇരച്ചു വരും. നിങ്ങളുടെ കുടുംബം ഐശ്വര്യമായി തീരും. നിങ്ങളുടെ മക്കൾ അനുഗ്രഹീതരായി തീരും. നിങ്ങളുടെ വരുംകാല തലമുറകൾ അനുഗ്രഹീതരായി തീരും. സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വരും. നിങ്ങളുടെ ഇന്നുള്ള അങ്കലാപ്പുകൾ മാറും. ഇന്നുള്ള ഭയപ്പാടുകൾ മാറും. ഇന്നുള്ള ഭീതികൾ മാറും. സമാധാനം നിങ്ങൾക്ക് ലഭിക്കും. സന്തോഷം നിങ്ങൾക്ക് കവിയും. നിങ്ങൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങും. പാപം ക്ഷമിക്കുമ്പോഴുള്ള സ്തുതി, പാപം പൊറുക്കുമ്പോഴുള്ള സ്തുതി, ജീവചൈതന്യം പ്രവഹിക്കുമ്പോഴുള്ള സ്തുതി, പരിശുദ്ധാത്മാവിന് തീ നിങ്ങളുടെ ഹൃദയത്തിൽ കത്തുമ്പോഴുള്ള സ്തുതി നിങ്ങളിൽ നിന്ന് ഉയരും. നിങ്ങളെ തന്നെ കാണുവീൻ. നിങ്ങൾ തകരുവീൻ. നിങ്ങൾ താഴുവീൻ. നിങ്ങൾ ദൈവസന്നിധിയിൽ നുറുക്കത്തോടെ പ്രാർത്ഥിപ്പീൻ, അനുദപിപ്പീൻ. കർത്താവേ, ക്ഷമിക്കണമേ. നാഥ, പൊറുക്കണമേ. ഈ നിമിഷം മുതൽ യേശുവേ, കുരിശിൽ വെച്ച രക്ഷകൻ്റെ പിന്നാലെ കുരിശും പേറിക്കൊണ്ട് ഞാനിതാ വരുന്നു. നിങ്ങൾ തീരുമാനമെടുക്കുവീൻ. ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ കൊടുക്കുവീൻ. പാപത്തെ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ തീരുമാനമെടുക്കുവീൻ. പുതിയ സമർപ്പണം എടുക്കുവീൻ. നാഥ യേശുവേ, ഞാനും കുരിശും പേറി അവിടുന്ന് പോയി അതേ ക്രൂശിൻ്റെ പാതയിലൂടെ ഞാനും വരുന്നു. എന്നെ കൈക്കൊള്ളണമേ, എന്നെ സ്വീകരിക്കണമേ. നാഥ, എന്നെ നിൻ്റെ ഹൃദയത്തിൽ നീ ഒളിച്ചു വയ്ക്കണമേ. നിൻ്റെ ഹൃദയത്തിൽ എന്നെ സംഗ്രഹിക്കണമേ. എന്നോട് കൂടെ ഇരിക്കണമേ. അന്ത്യത്തോളം നടത്തണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം. നമുക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്നേഹം നിറഞ്ഞ വാത്സല്യമൂറുന്ന തിരുവചനങ്ങൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അനുദപിക്കുന്നവരെ കൈക്കൊള്ളുന്ന വാഴ്ത്തപ്പെട്ട കർത്താവേ, പരമാർത്ഥികളെ സ്നേഹിക്കുന്ന ജീവനുള്ള ദൈവമേ, വചനം കേട്ട എല്ലാവരെയും വാഴ്ത്തണമേ. രോഗികളെ സൗഖ്യമാക്കണമേ. മനോഭീതിയിരിക്കുന്നവർക്ക് ശാന്തിയും സ്വസ്ഥതയും സമാധാനവും നൽകണമേ. ഹൃദയം വേദനിച്ചും വിങ്ങിയിരിക്കുന്നവർക്ക് കർത്താവേ, സമാധാനം അരുളണമേ. കുടുംബങ്ങളിലേക്ക് ശാന്തി പകരണമേ. സമാധാനം നിറഞ്ഞൊരു ഭൗതിക ജീവിതം നയിപ്പാൻ നിന്റെ മക്കൾക്ക് ഭാഗ്യം നൽകണമേ. ഈ ഭൗതിക ജീവിതത്തിന് ശേഷം സമാധാനം നിറഞ്ഞ സ്വർഗീയ സൗഭാഗ്യത്തിലേക്ക് ഒരു എല്ലാവരെയും ഒരുക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശുക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ.